എല്ലാവർക്കും ഫാക്ട് ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള ബോണസും പ്രത്യേക ഉത്സവ ബദ്ധയും അനുവദിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. പരമാവധി 4500 രൂപ വരെയാണ് ബോണസ്. 2026 മാർച്ച് 31 11ാം ശമ്പള പരിഷ്കരണ പ്രകാരം 49,275 രൂപ വരെയും 10ാം ശമ്പള പരിഷ്കരണ പ്രകാരം 44,462 രൂപ വരെയും ആകെ ശമ്പളമുള്ള ജീവനക്കാർക്കാണ് ബോണസിന് അർഹത. 2025-26 സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 6 മാസം തുടർച്ചയായ സർവീസുള്ള ജീവനക്കാർക്കാണ് ബോണസ് ലഭിക്കുന്നത്. 2026 മാർച്ച് 31 മുൻപ് വിരമിച്ചവർക്കും 6 മാസം സേവനം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ബോണസിന് അർഹതയുണ്ട്. ബോണസിന് അർഹതയില്ലാത്ത വിഭാഗങ്ങൾക്ക് പ്രത്യേക ഉത്സവബത്ത വിവിധ നിരക്കുകളിൽ അനുവദിച്ചിട്ടുണ്ട്. 3000 രൂപ പ്രത്യേക ഉത്സവബത്തയായി ബോണസ് പരിധിക്ക് മുകളിലുള്ള റെഗുലർ ജീവനക്കാർക്കും പേഴ്സണൽ സ്റ്റാഫിനും 6 മാസം സർവീസിലുള്ള താൽക്കാലിക കരാർ ജീവനക്കാർക്കും ലഭിക്കും. ഫുൾ ടൈം, പാർട്ട് ടൈം, കണ്ടിൻജന്റ് ജീവനക്കാർക്കും ദിവസവേതനക്കാർക്കും ഈ നിരക്ക് ബാധകമാണ്. 1550 രൂപ ഏകാധ്യാപിക വിദ്യാലയങ്ങളിലെ അധ്യാപകമാർക്കും ആയമാർക്കും ഉച്ചഭക്ഷണ തൊഴിലാളികൾക്കും അനുവദിച്ചിട്ടുണ്ട്. 1460 രൂപ ഓണക്കാലയളവിൽ കുറഞ്ഞത് 30 ദിവസം ജോലി ചെയ്ത ദിവസവേതനക്കാർക്കും ലൈഫ് ഗാർഡുമാർക്കും ഹോം ഗാർഡന്മാർക്കും പോളിനേഷൻ വർക്കർമാർക്കും SC/ST പ്രൊമോട്ടർമാർക്കും CLR HR വർക്കർമാർക്കും ലഭിക്കും. കുറഞ്ഞത് 200 മണിക്കൂർ ജോലി ചെയ്ത ഗസ്റ്റ് ലെക്ചർമാർക്കും ഇൻസ്ട്രക്ടർമാർക്കും ഈ നിരക്കിലാണ് പ്രത്യേക ഉത്സവബത്ത. 1450 രൂപ ആശാ വർക്കർമാർക്കും അംഗനവാടി ബാലവാടി അധ്യാപകർക്കും അനുവദിച്ചിട്ടുണ്ട്. 1390 രൂപ അംഗനവാടി ബാലവാടി ഹെൽപ്പർമാർക്കും ആയമാർക്കും പാലിയേറ്റീവ് കെയർ നഴ്സുമാർക്കും ബഡ് സ്കൂൾ ജീവനക്കാർക്കും സ്കൂൾ കൗൺസിലർമാർക്കും ലഭിക്കും. 1350 രൂപ MLAമാരുടെ അഡീഷണൽ സ്റ്റാഫിനും പ്രീ പ്രൈമറി വിഭാഗത്തിലെ PTA അധ്യാപകർക്കും ആയമാർക്കും അനുവദിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാന സർവീസ് പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കും 1250 രൂപ പ്രത്യേക ഉത്സവ ബദ്ധയായി ലഭിക്കും. പങ്കാളിത്ത പെൻഷൻ വഴി വിരമിച്ചവർക്കും പാർട്ട് ടൈം കണ്ടിൻജന്റ് പെൻഷൻകാർക്കും ഈ ആനുകൂല്യം ലഭിക്കും. പ്രേരക്മാർ, സംയോജിത വേതനം ലഭിക്കുന്ന സ്വീപ്പർമാർ, സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ എന്നിവർക്കും 1250 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 2026 ഓഗസ്റ്റ് 17 മുതൽ ബോണസും പ്രത്യേക ഉത്സവ ബത്തയും വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. ഇത്രയും വിവരങ്ങളാണ് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. വീഡിയോ